ഹായ് ഹലോ. ഒത്തിരി നാളുകൾക്ക് ശേഷം എന്ന് വെച്ചാൽ എൻ്റെ PG കാലഘട്ടത്തിലെങ്ങാണ്ടാണ് ഞാൻ ഇതുപോലെ റിലാക്സ്ഡ് ആയിട്ടൊന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുന്നത്. അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി ഞങ്ങൾ 2 ദിവസം ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് ട്രിവാൻഡ്രത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പഴവങ്ങാടിയിലും ആറ്റുകാലും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തൊഴുത് സമാധാനമായിട്ടൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയേക്കുക. ആദ്യം തന്നെ പഴവങ്ങാടി തൊഴുതിറങ്ങി ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് അവിടെ നിന്ന് നടന്നു പോകുമായിരുന്നു. ഭയങ്കര ഒരു പീസ് ഓഫ് മൈൻഡാണ് നമുക്ക് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ കിട്ടുന്നത്. അകത്ത് കയറി തൊഴുവാൻ പറ്റിയില്ല, പക്ഷേ ഞങ്ങൾ ചുറ്റും കറങ്ങി നടന്നു. തൊട്ടടുത്തുള്ള ഒരുപാട് അമ്പലങ്ങൾ കണ്ട് തൊഴാൻ പറ്റി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പുള്ളിക്കാരിയാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത് ഇവിടെയൊക്കെ കയറി തൊഴാനും അതുപോലെ തന്നെ ഇതുവരെ പോയിട്ടില്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ കാണാനും എന്ന് വെച്ചാൽ ഈ പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ള വേറെ കുറച്ച് അമ്പലങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയതും എൻ്റെ ഫ്രണ്ട് കാരണമായിരുന്നു. 4-5 വർഷം ട്രിവാൻഡ്രത്ത് പഠിച്ചു എന്ന് പറഞ്ഞാലും ഇതുപോലൊന്നും ഇങ്ങോട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഒരു ചുറ്റുപാടും ഒന്ന് എക്സ്പ്ലോർ ചെയ്തത് ആദ്യമായിട്ടായിരുന്നു. തൊഴുതിറങ്ങിയപ്പോൾ നല്ല വിശപ്പെട്ടു. രാവിലെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞങ്ങൾ 3 പേരും 3 ഫുഡാണ് ഓർഡർ ചെയ്തത്. മസാല ദോശ ഉണ്ടായിരുന്നു, പൂരി ഉണ്ടായിരുന്നു, നെയ് റോസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല കിടിലൻ ഫുഡായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് റിലാക്സ്ഡ് ആയിട്ട് കോഫിയും കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെജിറ്റേറിയൻ ഹോട്ടലാകുമ്പോൾ കോഫി പറയണ്ടല്ലോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് അമ്പലങ്ങളിൽ പോകാൻ പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. മനസ്സ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അമ്പലത്തിൽ പോയി നന്നായിട്ട് പ്രാർത്ഥിക്കുക, അവിടെ കുറച്ച് നേരം ഇരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇത് കാമധേനു ഗോശാലയാണ് കേട്ടോ. പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് തൊട്ട് പുറകിലേക്ക് ഉള്ളൊരു സ്ഥലത്തുള്ളതാണത്. എനിക്കിതിനെക്കുറിച്ച് ആധികാരികമായി പറഞ്ഞു തരാൻ അറിയില്ല. ഞാനിങ്ങനെ നടന്ന് കണ്ട് ആസ്വദിക്കുകയായിരുന്നു, അത്ര തന്നെ. ഇത് അവിടുത്തെ പോറ്റി എന്നല്ല കേട്ടോ പറയുന്നത്, അവർക്ക് വേറെ പേരാണ് പറയുന്നത്. അവർ താമസിക്കുന്ന ഇല്ലാണ്. പിന്നെ ഇത് മിത്രാനന്തപുരം കുളം. ആക്ച്വലി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ കുളം ഈ മിത്രാനന്തപുരം കുളമാണെന്നാണ് പറയുന്നത്. അവിടെ നടന്നു. നല്ല സ്ഥലമാണ് കേട്ടോ. ഇവിടെ നമുക്ക് നിന്നാൽ കുറേ നേരം ഇങ്ങനെ നിൽക്കാൻ തോന്നും. നല്ല കാറ്റ്, നല്ല കാഴ്ച. അങ്ങനെ അവിടെ കുറേ നേരം നിന്നു. നല്ല സ്ഥലമായതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കുന്നത് മിസ് ചെയ്യത്തില്ലല്ലോ. കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ. ഞാനും ഫ്രണ്ട്സും കൂടി, ഞങ്ങൾ 3 പേരും കൂടി ഒരുപാട് ഫോട്ടോസ് എടുത്തിരുന്നു. സിറ്റിയുടെ നടുക്ക് ഇത്രയും പീസ്ഫുൾ ആയിട്ടുള്ള അമ്പലക്കുളങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു അത്ഭുതമായിരുന്നു. ഇത്ര ഒതുങ്ങി അകത്തേക്ക് അമ്പലമായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞ് പിന്നെ ഉള്ളിലേക്കുള്ള അമ്പലങ്ങളാണിത്. വരാഹക്ഷേത്രമാണ് കേട്ടോ ഇത്. ഈ വരാഹക്ഷേത്രത്തിലെ കുളം എന്ന് പറയുന്നത് എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. ഇവിടെ വന്നിരുന്ന് ആ ഞങ്ങൾക്ക് തീറ്റയൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. മീനുകളൊക്കെ വലിയ വലിയ മീനുകളാണ് കയറി വരുന്നത്. നമ്മൾ തീറ്റയിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഒരുപാട് മീനുകളിങ്ങനെ ഓടി വന്ന് കണ്ടില്ലേ, തീറ്റ പെട്ടെന്ന് പിടിച്ചുകൊണ്ടങ്ങ് പോകും. നമ്മളീ പൊരിയാണ് വാങ്ങിയിട്ട് കൊടുത്തത്. തീറ്റയെല്ലാം നിറച്ച് കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ. ഇരുന്നെന്ന് പറഞ്ഞാൽ ലിറ്ററലി നമുക്ക് അവിടെ എങ്ങനെയെങ്കിലും ഇരിക്കാൻ തോന്നും. നമ്മൾ കാണുന്നത് അതിൻ്റെ കുളത്തിന് ഓപ്പോസിറ്റ് നല്ല തിരക്ക് കയറിയ സിറ്റിയാണ് അപ്പുറത്ത്, തിരുവനന്തപുരം സിറ്റി റോഡൊക്കെയാണ്. പക്ഷെ നമ്മളിപ്പുറത്ത് നല്ല സമാധാനമായിട്ടുള്ളൊരു സ്ഥലം. ബാക്കിൽ നമുക്കിങ്ങനെ അമ്പലത്തിലെ പാട്ടൊക്കെ കേൾക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ആറ്റുകാൽ പോയിട്ട് വലുതായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. നല്ല തിരക്കായിരുന്നു. സൈഡിൽ കൂടെ കയറി എങ്ങനെയോ ആറ്റുകാൽ അമ്മയെ കണ്ട് തൊഴുതു. പിന്നെ ഇന്ന് ഇറങ്ങിയ ദിവസം നല്ല സമയമായിരുന്നു തോന്നുന്നു. കാരണം എല്ലായിടത്തും ദർശനം എല്ലാം നന്നായിട്ട് കിട്ടി. നല്ല മൈൻഡൊക്കെ ഹാപ്പിയായി. അപ്പം തിരുവനന്തപുരത്തൊക്കെ ഇറങ്ങിയിട്ട് മഹാബോളി കയറി ബോളി കഴിക്കാതെ പോയാൽ നമ്മുടെ മനസ്സിനൊരു വിഷമമാവത്തില്ലേ. അങ്ങനെ ഞങ്ങൾ മഹാബോളി ചെന്നു. അങ്ങനെ ആദ്യം പോകുന്നിടത്ത് നമുക്ക് ടേക്ക് അവേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ അകത്ത് കയറിയതിന് കഴിക്കാൻ പറ്റിയ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള മഹാബോളി ചെന്നു. പാൽപ്പായസം വാങ്ങിച്ചു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് മഹാബോളിയിലെ ബോളിയും പായസവും കഴിക്കാൻ പോകുന്നത്. ഈ ബോളി നമ്മൾ കല്യാണത്തിനൊന്നും കഴിക്കുന്ന ബോളി പോലത്തെ അല്ല കേട്ടോ. ഇത് കഴിക്കണം, ഇതാണ് ബോളി. ചൂടോടുകൂടി വായിൽ വയ്ക്കാൻ പറ്റത്തില്ല. ഊതിയാണ് വായിക്കകത്ത് വെച്ചത്. ഞാൻ ആദ്യം എടുത്ത് വായി വെച്ചെൻ്റെ പൊള്ളി. നമുക്ക് ഇത് ഊതി ഇങ്ങനെ കഴിക്കണം. പിന്നെ അതിൻ്റെ കൂടെ വെറൈറ്റി ഓഫ് ഐസ്ക്രീംസ് വരുന്നത്. അങ്ങനെ ബോളി കഴിച്ച് ഓപ്പോസിറ്റേക്ക് നോക്കിയപ്പോഴാണ് ഇതാ കാണുന്ന എൻ്റെ പൊന്നോ കമ്മലിൻ്റെ ഒരു സ്വർഗ്ഗലോകം. ഇത് പിന്നെ കണ്ടാൽ ഞാൻ വിടത്തില്ലല്ലോ. 100 രൂപയ്ക്കാണ് കമ്മൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. വില ബേസിക്കായിട്ട് 100 രൂപയാണ്. അപ്പോൾ അതിന് മേലെ ഒരുപാട് വിലയ്ക്ക് കമ്മലുകൾ കിട്ടും. ഒരുപാട് ടൈപ്പ് ഓഫ് കമ്മലുകളുണ്ട്. ഞാൻ 2 വാങ്ങി. ഒരെണ്ണം 120, ഒരെണ്ണം 100 രൂപയായിരുന്നു. അപ്പോൾ 2 കമ്മൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കണ്ടാൽ വാരി എടുക്കാൻ തോന്നും. പിന്നെ കയ്യിൽ പൈസയും കൂടെ ഒക്കെ വേണമല്ലോ നമുക്ക്. അപ്പോൾ ഞാൻ 2 എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഊബർ വിളിച്ചിട്ട് വെയിറ്റ് ചെയ്യുകയാണേ. ഞാനും ഫ്രണ്ടും ഊബർ കാത്തിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയമൊക്കെ ഇപ്പോൾ നല്ല വെയിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഊബർ വന്നത് നല്ല AC ടാക്സി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് കയറിയൊന്ന് റിലാക്സ്ഡ് ആയിട്ട് അങ്ങ് പോവുക. ഈ സമയമൊക്കെ ആയപ്പോൾ എനിക്ക് നല്ല തലവേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഇടയായിട്ട് മൈഗ്രെയിൻ നന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി പുതുതായിട്ട് പിടിക്കപ്പെട്ട ഈ അതിഥിക്കുള്ള മരുന്ന് തപ്പി നടക്കണം, എങ്ങനെ ഈ മൈഗ്രെയിൻ പോക്കുമെന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.